ഭക്ഷണം ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. എന്നാൽ വലിച്ചു വാരി കഴിക്കാതെ ഒരു റൈറ്റ് ആയിട്ടുള്ള മീൽ പ്ലേറ്റ് വെച്ചിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ രോഷിത് കുമാർ, വെൽനസ് ന്യൂട്രീഷനിലെ ചീഫ് ന്യൂട്രീഷനിസ്റ്റ് ആണ്. വെൽനസ്സിൽ കൺസൾട്ടേഷന് വരുന്ന ക്ലയൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മീൽ പ്ലേറ്റ് ആണിത്. ഒരു ഐഡിയൽ മീൽ പ്ലേറ്റ്. ഒരു പ്ലേറ്റിനെ നമ്മൾ 4 ഭാഗിച്ചിട്ട് ഒരു പോർഷൻ കാർബോഹൈഡ്രേറ്റ്, അതായത് അരി, ഗോതമ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുള്ള പുട്ട്, ഇടിയപ്പം, അപ്പം, ദോശ കാര്യങ്ങൾ ഒരു 1/4 ഭാഗം പ്രോട്ടീൻ ആയിരിക്കണം വിത്ത് ഗുഡ് ഫാറ്റ്. അതിൽ മുട്ട, മത്സ്യം, ഇറച്ചി ഇതൊക്കെ വരുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ പനീർ പോലത്തെ പാലുൽപ്പന്നങ്ങൾ, പിന്നെ പയറ്, പരിപ്പ്, കടല ഇതെല്ലാം പ്രോട്ടീനിൽ വരുന്നുണ്ടാവും. ഒരു പകുതി പ്ലേറ്റ് വെജിറ്റബിൾസ് ആയിരിക്കണം. അതിൽ ഒരു 1/4 പോർഷൻ ഷുഡ് ബി കുക്ക്ഡ് വെജിറ്റബിൾസ്. തോരൻ, മെഴുക്ക് വരട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സ്റ്റിർ ഫ്രൈ വെജിറ്റബിൾസ് ആവാം. ഒരു 1/4 പോർഷൻ സാലഡ്സ് ആയിരിക്കണം. കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ ഇതൊക്കെ സാലഡ്സിൽ ഉൾപ്പെടുത്താം. ഇതാണ് ഒരു ഐഡിയൽ മീൽ പ്ലേറ്റ് എങ്കിൽ ഈ മീൽ പ്ലേറ്റിൽ നമ്മൾ എങ്ങനെ കഴിക്കണം എന്നുള്ള സീക്വൻസ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം കഴിക്കേണ്ടത് സാലഡ്സ് ആണ്. സാലഡ്സ് ആർ റിച്ച് ഇൻ ഫൈബർ നമ്മളുടെ GI ട്രാൻസിറ്റ് വളരെ സ്ലോ ആക്കുന്നുണ്ടാവും. അപ്പം ഗ്ലൂക്കോസ് അബ്സോർപ്ഷനൊക്കെ വളരെ സ്ലോ ആയിരിക്കും. ഫൈബർ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കേണ്ടത് കുക്ക്ഡ് വെജിറ്റബിൾസ് ആണ്. അപ്പം ഈ ഒരു സീക്വൻസിൽ പോവാം. ദെൻ ഗോ ടു പ്രോട്ടീൻ ആൻഡ് ദെൻ കാർബോഹൈഡ്രേറ്റ്. ഈ ഒരു സീക്വൻസിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഷുഗർ സ്പൈക്ക് ഇസ് വെരി ലോ. ഇത് നമ്മൾക്ക് വയറ് വേഗം നിറയാനും ഓവർ ഈറ്റിംഗ് ചെയ്യാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ബ്ലഡ് ഷുഗർ ലെവലിനെ മാനേജ് ചെയ്യാനും സഹായിക്കുന്നുണ്ടാവും. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ഐഡിയൽ മീൽ പ്ലേറ്റ് ആണ്. നമ്മൾക്ക് വരുന്ന ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സും അവരുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് നമ്മളിത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അതുപോലത്തെ എന്തെങ്കിലും ഒരു കസ്റ്റമൈസേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൽനസ് ന്യൂട്രീഷനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.